നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെർണിയയെക്കുറിച്ചാണ്. വളരെ ലളിതമായ ഒരു അസുഖമാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ അത് ഹോസ്പിറ്റലിൽ നേരത്തെ കാണിക്കുകയോ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയോ അതിന് വേണ്ട ചികിത്സ ചെയ്യുകയോ ചെയ്യാറില്ല. എന്താണ് ഹെർണിയ? നമ്മുടെ വയറിൻ്റെ അകത്തെ ആന്തരിക അവയവങ്ങൾ വെളിയിലേക്ക് തള്ളാതിരിക്കാൻ വേണ്ടി പേശികളുണ്ട്. അപ്പോൾ ആ പേശികളിലെ ഒരു ബലക്ഷയം വരുമ്പോൾ നമ്മുടെ ആന്തരിക അവയവം, അതായത് പലപ്പോഴും ചെറുകുടലാണ് വെളിയിലേക്ക് തള്ളി വരുന്നത്. അത് നമ്മുടെ പുക്കിൾ ഭാഗത്തൂടെ തള്ളി വരുമ്പോൾ അതിന് അംബിലിക്കൽ ഹെർണിയ എന്നും, തൊടയിടുക്ക് ഭാഗത്തിൽ നിന്ന് തള്ളി വരുമ്പോഴത്തേക്ക് ഇൻക്വൈനൽ ഹെർണിയ എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ സ്ത്രീകളിൽ സാധാരണയായി ഈ അംബിലിക്കൽ ഹെർണിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ നമുക്ക് ഇൻക്വൈനൽ ഹെർണിയയും അംബിലിക്കൽ ഹെർണിയയും രണ്ടും കണ്ടുവരാറുണ്ട്. അപ്പം ഈ പുറന്തള്ളുന്ന ഈ കുടലിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു രോഗലക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലരോടും ചോദിക്കുമ്പം വയറിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു മുഴ പോലെ തള്ളി വരുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ മാറുന്നു. തന്നെ മാറുക എന്ന് പറയുന്നത് അവർ റെസ്റ്റ് എടുക്കുക, അതായത് കിടക്കുക, അങ്ങനെയുള്ള റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വേദനയോ കാര്യങ്ങളോ ഒന്നും ആദ്യ സമയത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് അതവർ കാര്യമായിട്ട് എടുക്കാറും ഇല്ല. അപ്പോൾ ഇതിനകത്ത് രോഗലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് മുഴകൾ വയറിൻ്റെ പല ഭാഗത്തായിട്ട് കാണുന്നു, അത് റെസ്റ്റ് എടുക്കുമ്പോൾ പോകുന്നു, ഇടയ്ക്ക് ചെറിയൊരു വേദന വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഷ്യൻസ് പൊതുവെ പറയാറുള്ളത്. ചിലവർ എന്തെങ്കിലും ഒരു ഭാരം പൊക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെളിയിലേക്കൊരു മുഴ പോലെ തള്ളി വരുന്നു, അങ്ങനെയും പേഷ്യൻസ് കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അപ്പോൾ ഈ പേശികളുടെ ഇടയിലൂടെ ഈ കുടലിൽ പുറന്തള്ളുമ്പോൾ വന്ന് പോകുമ്പോൾ അത് പ്രശ്നമില്ല. പക്ഷേ ഈ കുടൽ ഈ പേശികൾക്കുള്ളിൽ പെട്ടുപോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥിതിയാവുകയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള രക്തോട്ടം കുറയാനും അതിനകത്ത് ബുദ്ധിമുട്ടുകൾ, വേദന കൂടാനും രോഗിയുടെ ആരോഗ്യനില താഴ്ന്നു പോകാനും പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യങ്ങളുമാണ് സാധാരണയായി കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഈ ഹെർണിയയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരത്തിലുള്ള ഹെർണിയാണ്, എന്താണ് പുറത്തേക്ക് തള്ളി വരുന്നത് എന്നുള്ളതും അതിനകത്തുള്ള രക്തയോട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും. ഇനി ഹെർണിയയുടെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകമെമ്പാടും ഇതിന് ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ മരുന്നുകളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ചികിത്സകളായിട്ടൊന്നും ഇല്ല. പണ്ടൊക്കെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ ആണ്, ഇപ്പോഴും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പണിൽ നമ്മൾ ഈ പേശികൾ, ബലക്ഷയം വന്ന പേശികൾ തയ്ച്ച് അത് അടച്ചു വെക്കുക മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അതിൻ്റെ സർജറിയിൽ ഒരു എവല്യൂഷനൊക്കെ ഉണ്ടായി. നമ്മൾ മെഷ്, അതായത് ഒരു വല പോലത്തെ ഒരു പോളിപ്രോപ്പിലിൻ മെഷ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് തയ്ച്ച് വെക്കുക മാത്രമല്ല, തയ്ച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് റെക്കറൻസ്, തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു പണ്ടൊക്കെ. അതിനൊരു ഉപാധിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ മെഷ് വെച്ച് റിപ്പയർ ചെയ്യുന്നത്. അതിൽ നിന്നും നമ്മൾ എവല്യൂഷൻ ആയി ആണിപ്പം ലാപ്രോസ്കോപ്പിക്, അതായത് കീ ഹോൾ സർജറിയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഒരു രോഗി ഹെർണിയ രോഗനിർണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർ ഹെർണിയ സർജറി സജസ്റ്റ് ചെയ്യുന്നു, അടുത്ത ദിവസം അഡ്മിറ്റ് ആവുന്നു, അതിൻ്റെ അടുത്ത ദിവസം സർജറി ചെയ്യുന്നു, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ട്. പണ്ട് നമ്മൾ ഓപ്പൺ സർജറിയിൽ വേദന കൂടുതലും അതിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയും അധികമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് ചെയ്ത് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിൽ തിരിച്ച് പോകാവുന്ന ഒരു സ്റ്റേജസ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഹെർണിയ ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആദ്യമേ ചെറിയ ഒരു മുഴ പോലെ കാണുള്ളൂ. നമ്മളത് വിട്ടുവെച്ചാൽ അത് പതിയെ ആ മസിലിൻ്റെ വീക്ക്നെസ് കൂടുകയും പുറത്തേക്ക് തള്ളി വരുന്ന ആന്തരിക അവയവങ്ങളുടെ വലിപ്പം കൂടുകയും അത് ഒരു
ഒബ്സ്ട്രക്ഷൻ, അതായത് തടസ്സം നേരിടാനും ഉള്ള ചാൻസസ് കൂടുകയാണ്. അപ്പം അത് നേരത്തെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് സർജറി ചെയ്ത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.